ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലിക അവകാശങ്ങൾ ഭാഗം 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഭാഗം 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഭാഗം 4-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി, മൗലിക അവകാശങ്ങൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത്? ജോലി, സ്വകാര്യത, സമത്വം, വിദ്യാഭ്യാസം. ആൻസർ ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസം. മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, സൈമൺ കമ്മീഷൻ, കപൂർ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ എ, വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്യ കലാപത്തിന്റെ നേതാവാര്? പഴശ്ശി രാജാവ്, വേലുത്തമ്പി ദളവ, രാമൻ നമ്പി, ബിർസ മുണ്ട. ആൻസർ ഓപ്ഷൻ സി, രാമൻ നമ്പി. സർവ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ. ആൻസർ ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? കേരള കൗമുദി, കേരള സഞ്ചാരി, മിതവാദി, കേരള പത്രിക. ആൻസർ ഓപ്ഷൻ സി, മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, ബാരിസ്റ്റർ GP പിള്ള, ആഗമാനന്ദൻ. ആൻസർ ഓപ്ഷൻ ബി, അയ്യങ്കാളി. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ, സിംഗപ്പൂർ. ആൻസർ ഓപ്ഷൻ ഡി, സിംഗപ്പൂർ. ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്, ഓപ്പറേഷൻ അഭയ്, ഓപ്പറേഷൻ അടൽ, ഓപ്പറേഷൻ അരുൺ. ആൻസർ ഓപ്ഷൻ എ, ഓപ്പറേഷൻ അജയ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. ആൻസർ ഓപ്ഷൻ എ, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ, രമേശ് ചന്ദ്രദത്ത്, ദാദാഭായ് നവറോജി, ബാലഗംഗാധര തിലകൻ. ആൻസർ ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? കാനിംഗ് പ്രഭു, ഡൽഹൌസി പ്രഭു, വെല്ലസ്ലി പ്രഭു, കോൺവാലിസ് പ്രഭു. ആൻസർ ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സാഹിബ്. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു താന്തിയോ തോപ്പി. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ആൻസർ ഓപ്ഷൻ ഡി, 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? കറാച്ചി സമ്മേളനം, കൊൽക്കത്ത സമ്മേളനം, ബോംബെ സമ്മേളനം, ലാഹോർ സമ്മേളനം. ആൻസർ ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, രാജഗോപാലാചാരി, ഡോക്ടർ BR അംബേദ്കർ. ആൻസർ ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഫെഡറൽ, റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി, റിപ്പബ്ലിക്. ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക അവകാശങ്ങളിൽ, നിർദ്ദേശക തത്വങ്ങളിൽ, ആമുഖത്തിൽ, മൗലിക കടമകളിൽ. ആൻസർ ഓപ്ഷൻ ബി, നിർദ്ദേശക തത്വങ്ങളിൽ. ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. വിവിധോദ്ദേശ പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി, 2ഉം 4ഉം. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധോദ്ദേശ പദ്ധതി. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം. ആൻസർ ഓപ്ഷൻ എ, കൊല്ലം. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? അധ്യാപക പുരസ്കാരം, ധന്വന്തരി പുരസ്കാരം, ജീവൻ രക്ഷാ പതക്, പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാർ. ആൻസർ ഓപ്ഷൻ സി, ജീവൻ രക്ഷാ പതക്. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച, ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി, 8ാം പഞ്ചവത്സര പദ്ധതി, 10ാം പഞ്ചവത്സര പദ്ധതി, 11ാം പഞ്ചവത്സര പദ്ധതി. ആൻസർ ഓപ്ഷൻ എ, 9ാം പഞ്ചവത്സര പദ്ധതി. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ആസാം, മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ്. ആൻസർ ഓപ്ഷൻ ഡി, അരുണാചൽ പ്രദേശ്. സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു.
MN കുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. MN കുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽപ്പെടാത്ത പട്ടണം ഏത്? കൊച്ചി, മധുര, കണ്ട്ല, ചെന്നൈ. ആൻസർ ഓപ്ഷൻ ബി മധുര. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? തൃശൂർ, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ. ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ, ഇന്ത്യയെ കണ്ടെത്തൽ, പശ്ചിമോദയം, സംക്ഷേപ വേദാർത്ഥം. ആൻസർ ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 2695 മീറ്റർ ഉയരം. ആൻസർ ഓപ്ഷൻ സി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കോതമംഗലം, തലശ്ശേരി, പയ്യന്നൂർ, അരുവിക്കര. ആൻസർ ഓപ്ഷൻ എ കോതമംഗലം. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ, ഇന്ത്യ, ഫ്രാൻസ്, ദക്ഷിണാഫ്രിക്ക. ആൻസർ ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC, ICICI, IDFC, IDBI. ആൻസർ ഓപ്ഷൻ എ HDFC. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ? ദിലീപ്, പൃഥ്വിരാജ്, മമ്മൂട്ടി, മോഹൻലാൽ. ആൻസർ ഓപ്ഷൻ ബി പൃഥ്വിരാജ്. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗ, കാവേരി, കൃഷ്ണ, ഗോദാവരി. ആൻസർ ഓപ്ഷൻ ഡി ഗോദാവരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? വിശാഖപട്ടണം, കൊച്ചി, തൂത്തുക്കുടി, കൃഷ്ണപട്ടണം. ആൻസർ ഓപ്ഷൻ സി തൂത്തുക്കുടി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? ഛോട്ടാ നാഗ്പൂർ, ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, കച്ച് പീഠഭൂമി. ആൻസർ ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലച്ച ലാ ചുരം, നാഥുല ചുരം, റോഹ്താങ് ചുരം, ബനിഹാൾ ചുരം. ആൻസർ ഓപ്ഷൻ എ ബാരാലച്ച ലാ ചുരം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? 82 ഡിഗ്രി പൂർവ്വ രേഖാംശം, 68 ഡിഗ്രി കിഴക്കൻ രേഖാംശം, 84 ഡിഗ്രി പൂർവ്വ രേഖാംശം, 90 ഡിഗ്രി പൂർവ്വ രേഖാംശം. ആൻസർ ഓപ്ഷൻ എ 82 ഡിഗ്രി പൂർവ്വ രേഖാംശം. ബൽവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സാധ്യത, ഗ്രാമപഞ്ചായത്തിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ്, വാർഷിക തിരഞ്ഞെടുപ്പ് രീതി. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സാധുത. പ്രാചീന ശിലായുഗത്തിനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം? ഇടമലയാർ, എടയ്ക്കൽ ഗുഹ, അമ്പുകുത്തിമല, ബേക്കൽ കോട്ട. ആൻസർ ഓപ്ഷൻ ബി എടയ്ക്കൽ ഗുഹ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ, ശബരിഗിരി, ഇടുക്കി, മുതിരമ്പുഴ. ആൻസർ ഓപ്ഷൻ എ പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? പള്ളിക്കര, കാസർഗോഡ്, നിറമൻകര, സുൽത്താൻ ബത്തേരി. ആൻസർ ഓപ്ഷൻ എ പള്ളിക്കര. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം, ചാന്നാർ ലഹള, പൂക്കോട്ടൂർ ലഹള, വൈക്കം സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? കാപ്പി, തേയില, കരിമ്പ്, പരുത്തി. ആൻസർ ഓപ്ഷൻ എ കാപ്പി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണിയമ്മ അമ്പലത്തിന്റെ കൃതി? അൽഗോരിതങ്ങളുടെ നാട്, മീശക്കള്ളൻ, ഉൽക്കകൾ, ഉറ്റവർ. ആൻസർ ഓപ്ഷൻ എ അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ? ബ്രസീൽ, കൊളംബിയ, കാനഡ, അർജന്റീന. ആൻസർ ഓപ്ഷൻ ഡി അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിന്റെ കമ്പനി? ന്യൂറാലിങ്ക്, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ആപ്പിൾ. ആൻസർ ഓപ്ഷൻ എ ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയ പേര്? അപ്പു, ചിന്നു, നീലു, പൊന്നു. ആൻസർ ഓപ്ഷൻ സി നീലു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിലെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ആൻഡേഴ്സൺ പീറ്റേഴ്സ്, ജൂലിയൻ വെബർ, അർഷാദ് നദീം, ജാൻ സെലേസ്നി. ആൻസർ ഓപ്ഷൻ സി അർഷാദ് നദീം. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22, ഓഗസ്റ്റ് 24, ഓഗസ്റ്റ് 23, ഓഗസ്റ്റ് 21. ആൻസർ ഓപ്ഷൻ എ ഓഗസ്റ്റ് 22. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്?
റോട്ടാ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസുകൾ, ഡെങ്കി വൈറസ്, HIV. ആൻസർ ഓപ്ഷൻ സി ഡെങ്കി വൈറസ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആര്? റോബർട്ട് ഡൗണി ജൂനിയർ, കില്ലിയൻ മർഫി, ടോം ഹോളണ്ട്, ജിമ്മി കമ്മൽ. ആൻസർ ഓപ്ഷൻ ബി കില്ലിയൻ മർഫി. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1980, 1984, 1988, 1986. ആൻസർ ഓപ്ഷൻ ബി 1984. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? കർണാടക, മഹാരാഷ്ട്ര, ഗോവ, കേരളം. ആൻസർ ഓപ്ഷൻ സി ഗോവ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? ജപ്പാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, സ്വീഡൻ. ആൻസർ ഓപ്ഷൻ ഡി സ്വീഡൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക. ഉളിപ്പല്ല്, ചർവണകം, കോമ്പല്ല്, അഗ്രചർവണകം. ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉം. ചർവണകം, അഗ്രചർവണകം. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഡി. ആൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ട, നെല്ല്, പയർ, തെങ്ങ്. ആൻസർ ഓപ്ഷൻ എ വെണ്ട. വന അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 2007, 2006, 2005, 2008. ആൻസർ ഓപ്ഷൻ ബി 2006. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് തീ പിടിക്കുന്ന വാതകമാണ്. വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റടിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന വാതകമാണ്. ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഇത് രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ആൻസർ ഓപ്ഷൻ സി ഇത് തീ കെടുത്തുന്ന വാതകമാണ്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ്? സഹജ, സ്ഥൈര്യ, സഹിതം, സഫലം. ആൻസർ ഓപ്ഷൻ എ സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര്? ജമൈനി, മലയാളി, കൈരളി, DGAI. ആൻസർ സി കൈരളി. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ആൻസർ ഓപ്ഷൻ എ 1, 2, 3 എന്നിവ ശരിയാണ്. തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി, 180 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ ബി 90 ഡിഗ്രി. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിന്റെ മധ്യഭാഗത്താണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർകാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ആൻസർ ഓപ്ഷൻ ഡി 2, 3 എന്നിവ മാത്രം ശരിയാണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർകാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എല്ലാ ധാതുക്കളും അയിരുകളാണ്, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളല്ല. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ധാതുക്കൾ എല്ലായ്പ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നു. അയിരുകൾ എല്ലായ്പ്പോഴും ലോഹമല്ല. ആൻസർ ഓപ്ഷൻ ബി അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി? ഹൃദ്യം, ശലഭം, ആരോഗ്യ കിരണം, ആർദ്രം. ആൻസർ ഓപ്ഷൻ ബി ശലഭം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം? ആലം, ബ്ലീച്ചിംഗ് പൗഡർ, സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ആൻസർ ഓപ്ഷൻ ബി ബ്ലീച്ചിംഗ് പൗഡർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഡൽഹി, ബോംബെ, കൽക്കട്ട, പൂനെ. ആൻസർ ഓപ്ഷൻ ഡി പൂനെ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി? അമൃതം ആരോഗ്യം, ആരോഗ്യ കേരളം, വയോമിത്രം, നയനമിത്രം. ആൻസർ ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. താഴെ പറയുന്നവയിൽ ഏത് മാർഗണയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? മുറിവുകളിൽ കൂടി, രോഗിയുമായി മുഖാമുഖം വരുന്നതിൽ കൂടി, വായുവിൽ കൂടി, മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. ആൻസർ ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? NHS MAL, ANWJ, NHSBT. ആൻസർ ഓപ്ഷൻ ബി MAL. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? നിപ്പ, പോളിയോ, എംപോക്സ്, ക്ഷയം. ആൻസർ ഓപ്ഷൻ എ 1, 3. നിപ്പ, എംപോക്സ്.
ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ബെയ്ജിംഗ്, ഹോങ്കോങ്, വുഹാൻ, ഷാങ്ഹായ്. ആൻസർ ഓപ്ഷൻ സി വുഹാൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? പ്രമേഹം, രക്താതിമർദ്ദം, പക്ഷാഘാതം, ടൈഫോയിഡ്. ആൻസർ ഓപ്ഷൻ ഡി ടൈഫോയിഡ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ആൻജിയോഗ്രാം, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ്, മാമോഗ്രാം, പാപ്പ് സ്മിയർ ടെസ്റ്റ്. ആൻസർ ഓപ്ഷൻ സി മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിംഗിനും കൗൺസിലിംഗിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിസ്, പുലരി, ആശ, ഉഷസ്. ആൻസർ ഓപ്ഷൻ എ ജ്യോതിസ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ. ആൻസർ ഓപ്ഷൻ സി മലപ്പുറം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു വിബ്രിയോ, സാൽമണല്ല, വേരിയോള, അമീബ. ആൻസർ ഓപ്ഷൻ എ വിബ്രിയോ.